നമുക്ക് നല്ല ഭൂരിയും മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ കൂടെ കൂടിക്കോളിയും അറിയാത്തവരുണ്ടെങ്കിൽ റെസിപ്പിയും പഠിച്ചോളിയും. റെസിപ്പി ഒന്നുമില്ല, തന്നെ അടുത്ത് അത്ര തന്നെ. ഞങ്ങളാകെ 4 പേരുള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് 4 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോയിട്ട മുട്ടയാണ്, നാടൻ മുട്ട. അതുകൊണ്ട് തന്നെ ഈ തോട് പൊളിക്കാൻ ഭയങ്കര ഗതികേടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ കിഡ്നിയൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളിയൊക്കെ വാട്ടി വെച്ചുകൊണ്ട് നേരെ ആയിക്കൊണ്ട് ഇട്ട് നല്ലപോലെ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് ഗായ്സ്. ഞാൻ ഭൂരി ഉണ്ടാക്കുന്ന ടൈമിൽ കറി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭൂരി ഉണ്ടാക്കുള്ളൂ. എല്ലാവരും അതിങ്ങനെ ചപ്പി ഒരു സൈസ് കാണാൻ ഭംഗിയില്ലാത്ത പോലെ ഉണ്ടാവലുണ്ട്. അങ്ങനെ കടികളൊക്കെ ആയതിനു ശേഷം ഞാൻ ബാബുവിനെ ഉമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാബു ഷർട്ട് ഇടാത്തോണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാത്തത്. എനിക്ക് സത്യം പറയട്ടെ, ഇതൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ആ ഒരു മനസ്സിനൊരു തൃപ്തി വരാണ്ട് ഗോയ്സ്. എന്ത് രസമാണെന്നറിയോ? അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഊങ്കലൊക്കെ വൃത്തിയാക്കാനായിട്ട് നിന്നിട്ടാ. ഞാൻ മാത്രമാട്ടോ ഞങ്ങൾ വീട്ടിൽ ഇസ്തിരി ഇടാറുള്ളൂ. പിന്നെ ഈ ഇസ്തിരിപ്പെട്ടി കിട്ടിയ ചില്ല് പൊട്ടുന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ജില്ല ഞാൻ പൊട്ടിച്ചു, രണ്ടാമത്തെ പുതിയ ജില്ല ഉണ്ടത്. അങ്ങനെ റൂമൊക്കെ ചെന്നപ്പോഴാണെങ്കിലോ ബാബു നല്ല കൂർക്കം വലിച്ച് കിടന്നുറങ്ങണിട്ടാ. കണ്ടപ്പോൾ പാന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു പതുപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടാ. പിന്നെ ഇന്ന് നമുക്ക് വെള്ളം വന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനുള്ളൊക്കെ നമ്മൾ ഇതേപോലെ ബക്കറ്റിലാണ് പിടിച്ചേക്കുക. അപ്പൊ എത്രയുള്ളൂ. ശുഭദിനം.